നിന്ന് പിന്മാറാൻ UDF സർക്കാരിന് ഒരു തടസ്സവുമില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീയുടെ ഭാഗമായി LDF ഒരു നടപടിക്രമവും തുടങ്ങിയിട്ടില്ല. കേന്ദ്രം അനുവദിച്ചത് സർവശിക്ഷ അഭിയാന്റെ ഭാഗമായ ഫണ്ട് മാത്രം. BJPയുമായി ഒത്തുചേർന്ന് പോകാനാണെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാം. എന്നാൽ മുൻ സർക്കാരിൽ ചാരിയുള്ള വ്യാജ പ്രചരണത്തിൽ നിന്നും പിന്മാറണമെന്നും വി ശിവൻകുട്ടി. എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ഒരു തടസ്സവുമില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിയമാനുസരണം കേരള സംസ്ഥാനത്തിന് നൽകേണ്ട കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് തരുന്നില്ലല്ലോ. അതിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ലല്ലോ. അതിനേക്കാൾ വലുതാണോ ഈ PM ശ്രീയിൽ ഉൾപ്പെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം? BJPയുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഈ PM ശ്രീ പദ്ധതിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനം എടുക്കാം. അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാണ് ഇന്നിപ്പോൾ ക്യാബിനറ്റിന്റെ സബ് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്. അനുരു അശോകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുരു, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് PM ശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പുവെച്ചിരുന്നു, പണം വാങ്ങി, ഇനിയിപ്പോൾ അതുമായി ആ രീതിയിൽ മുന്നോട്ട് പോകുക എന്നല്ലാതെ മറ്റു വഴിയില്ല, അതിൽ നമ്മുടെ സർക്കാരിൻ്റെ ആവശ്യങ്ങൾ കൂടി അംഗീകരിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. എന്നാൽ അതിനെ പാടെ തള്ളുകയാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി. അത്തരത്തിൽ ഒപ്പുവെച്ചിട്ടില്ല, ധാരണ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയല്ലേ പറയുന്നത്? സ്വാതി, സ്കൂൾ വിദ്യാഭ്യാസ പദ്ധതിയിലെ കേന്ദ്ര പദ്ധതിയായിട്ടുള്ള ഈ PM ശ്രീയിൽ വിവാദം കൊഴുക്കുകയാണ്. മുൻ സർക്കാരും ഇപ്പോഴത്തെ നിലവിലെ സർക്കാരും തമ്മിലാണ് ഇത്തരത്തിലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടി കളിക്കുന്നത് പോലെ ഈ വിവാദത്തിൽ മുന്നോട്ട് പോകുന്നത്. അതായത് മുൻ സർക്കാർ, ഇടത് സർക്കാരിൻ്റെ കാലത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ 99 കോടി ഫണ്ട് അനുവദിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ലീഗിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഉപസമിതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമാകൂ. അതുകൂടാതെ ഈ പറയുന്ന വർഗീയ അജണ്ട PM ശ്രീ പദ്ധതിയിൽ നടപ്പിലാക്കാൻ കഴിയില്ല. കൂടാതെ ഈ പാഠ്യപദ്ധതിയിൽ ഇടപെടാൻ കഴിയില്ല. പദ്ധതി വഴി അനുവദിക്കുന്ന ഫണ്ട് ഏതൊക്കെ സ്കൂളിൽ നടപ്പിലാക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം കൂടി സംസ്ഥാന സർക്കാരിനുണ്ടായിരിക്കണം. ഇത് സംബന്ധിച്ച വിവരങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടി പറയുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറണം, ഒപ്പിട്ടെങ്കിലും ഈ പറയുന്ന PM ശ്രീ നിർത്തിവെക്കാൻ താൻ കത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് നിയമപരമായ തടസ്സമില്ല. പക്ഷേ UDF അല്ലെങ്കിൽ കോൺഗ്രസ് BJPയുമായി ഒരു ഡീല് കളിക്കുകയാണ് എന്നുള്ളതാണ് ശിവൻകുട്ടി പറയുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ LDF സർക്കാരിൻ്റെ കാലത്ത് ഇത് സംബന്ധിച്ച് പഠിക്കാൻ ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ചോദ്യത്തിന് അങ്ങനെ ഒരു ഉപസമിതി നിയോഗിച്ചിട്ടുണ്ടെങ്കിലും PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അങ്ങനെ ഒരു സമിതി ചേർന്നിട്ടില്ല എന്ന് ശിവൻകുട്ടി പറയുന്നു. കൂടാതെ അനുവദിച്ച 99 കോടി SSK ഫണ്ടാണ് അത്. അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യം, ശരി അനുരു, എന്തായാലും PM ശ്രീ പദ്ധതിയിൽ വിവാദം കൊഴുക്കുകയാണ്. ഈ സർക്കാരും മുൻ സർക്കാരും തമ്മിലാണ് ഇത്തരത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ആ വിവരങ്ങളാണ് അനുരു നൽകിയത്.